രാജ്യത്ത് പാചകവാതക സിലിണ്ടർ സബ്സിഡി ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ട് വഴി. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ 14 ജില്ലകൾ ഉൾപ്പെടെ 54 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതേസമയം സോഫ്റ്റ്വെയർ അപ്ഡേഷനുകൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ പുതുക്കിയ സംവിധാനത്തിൽ പാചകവാതക വിതരണം നടക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക ശക്തമാണ്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ പദ്ധതി എതിർപ്പുകൾ ഉയർന്നതോടെ പിൻവലിക്കുകയായിരുന്നു. ആധാർ കാർഡ് ഉള്ളവർക്ക് ആധാറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടിലൂടെ ഇന്നു മുതൽ പാചകവാതക സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ആധാറില്ലാത്തവർക്ക് ഏജൻസികൾ വഴി ബാങ്കുമായി ബന്ധപ്പെടാം. നിലവിൽ അക്കൗണ്ടില്ലാത്ത ഉപഭോക്താക്കൾക്ക് പദ്ധതിയിൽ അംഗമാകാൻ 6 മാസം വരെ സമയം നൽകിയിട്ടുണ്ട്. ഇതിൽ ആദ്യം 3 മാസം സബ്സിഡി നൽകും. എന്നിട്ടും ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 3 മാസം കൂടി അധികം നൽകും. എന്നാൽ ഈ കാലയളവിലെ സബ്സിഡി ഒന്നിച്ചാവും നൽകുക. 2015 മെയ് 15 ശേഷം ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ ഗ്യാസ് സിലിണ്ടറിന് മുഴുവൻ തുകയും നൽകണം. അതേസമയം 3 എണ്ണ കമ്പനികളുടെ കീഴിലെ 495 ഏജൻസികളിലായി 75,19,733 ഉപഭോക്താക്കളാണ് കേരളത്തിലുള്ളത്. ഇവരിൽ 65% പേർക്ക് മാത്രമാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. ബാക്കിയുള്ള 30% ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുമോ എന്നതാണ് ആശങ്ക. പുതിയ സംവിധാനത്തിലേക്ക് ഇന്നു മുതൽ മാറുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏജൻസികൾക്ക് ആവശ്യത്തിന് സമയം ലഭ്യമായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇന്ന് എത്രമാത്രം കാര്യക്ഷമമായി പാചകവാതക വിതരണം നടത്താനാകുമെന്നത് കണ്ടറിയണം. ബെർലിൻ മാത്യു, റിപ്പോർട്ടർ, കൊച്ചി.